ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബെഗോണിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും അതിൻ്റെ നടീൽ രീതിയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈ ഒരു ചെടി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, നമ്മൾ ഔട്ട്ഡോറായിട്ട് അധികം വയ്ക്കുന്ന പ്ലാന്റ് അല്ല. അപ്പോൾ ലീഫാണ് ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഈസി പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ പറയാം, നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് മെയിനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ലീഫാണ്, കണ്ടോ അതിൻ്റെ ഷേപ്പ് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ലീഫ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് വളരെ എളുപ്പത്തിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമ്മൾ നടുകയാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ തൈ ഒരു ലീഫിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ പോട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് കാണിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെ നടിയിൽ രീതിയും പോട്ടിംഗ് മിക്സും ഒക്കെ നോക്കാം. ഇതാകണ്ടോ, ഇതെല്ലാം ഞാൻ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത ബെഗോണിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതാ ഒരു ലീഫിൽ നിന്ന് തന്നെ നമുക്ക് എത്രയേറെ തൈകളാണ് വന്നിട്ടുള്ളത് നോക്കിയേ. ഇതാകണ്ടോ, ഒരൊറ്റ ലീഫിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇത്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കിതുപോലെ നമ്മുടെ ലീഫ് വെച്ച് ബെഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത്. ഈ ഒരു ലീഫിൽ നിന്ന് നമുക്ക് ഒരു തൈയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലീഫിൽ നിന്നൊക്കെ ഒരു 3-4 തൈയോളം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ലീഫും. അപ്പം ഞാനിപ്പോൾ ഒരു കവറിലാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കിനി വലിയൊരു പോട്ടിലേക്ക് വളങ്ങളൊക്കെ ആഡ് ചെയ്ത് നട്ടു കൊടുക്കണം. ബെഗോണിയ ചെടിയെ സംബന്ധിച്ചുള്ള നമുക്ക് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ലീഫിൽ നിന്ന് ഈ തൈകൾ വരാനായിട്ട്. എങ്ങനെയായാലും നമ്മുടെ പ്ലാന്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇതുപോലെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് എടുക്കുന്നതാണ്. അപ്പം പല ബെഗോണിയ പ്ലാന്റ്സും പല രീതിക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന ബെഗോണിയ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ്, പുതിയ ബേബി പ്ലാന്റ്സ് വന്നിട്ടുള്ളതും. അപ്പോൾ ഇതെല്ലാം ഇനി മാറ്റി നമുക്ക് നടണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ലീഫിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നായിട്ടാണ് പുതിയ തൈകൾ വരിക. അപ്പോൾ അടുത്തതായിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തു നിന്നായിട്ട് വരുന്ന തൈകൾ നമുക്ക് ഇളക്കി വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ടോ ഇത് പുതിയൊരു ചുവടാണ്. നമ്മുടെ പ്ലാന്റ് മെയിൻ സ്റ്റെമ്മിൻ്റെ വശങ്ങളിലെടുത്ത് കണ്ട ഇതുപോലെ ഒരുപാട് തൈകൾ നമുക്ക് വരും. അപ്പോൾ അത് നമുക്ക് ഇളക്കി വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേ അത് നമ്മൾ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടാണ് നമ്മുടെ പുതിയ തൈകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചുവട്ടിൽ വരുന്ന ഓരോ തൈകളും നമ്മൾ ഇളക്കി വെച്ച് പ്രൊപ്പഗേറ്റ് എടുക്കാൻ പറ്റും. അതാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം പെട്ടെന്ന് തന്നെ നശിച്ച് പോകുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണിതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം കണ്ടോ നമ്മുടെ വലിയ ലീഫുമാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പോട്ട് തിക്കായിട്ട് കവർ ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചുവട്ടിൽ നിന്ന് വന്ന തൈകളും മറ്റുമൊക്കെ ഇളക്കി വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്, കണ്ടോ. അപ്പം ഞാൻ കൂടുതൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സായിട്ട് എടുക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയും മണലുമാണ്, അതുപോലെ നോർമൽ ഗാർഡൻ സോയിലും. അപ്പോൾ ഇത്രയും വളം തന്നെ നമുക്ക് മതിയാവും ഈ ഒരു പ്ലാന്റ് നടാനായിട്ട്. അപ്പോൾ മണലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റലിൻ്റെ പൊടി എടുത്താലും മതിയാവും. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പോട്ടിംഗ് മിക്സിൽ ആഡ് ചെയ്തിട്ട് വേണം നടാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്ലാന്റ് നമ്മൾ ഇളക്കി വെക്കുന്ന തൈ വെക്കുന്ന ഭാഗത്ത് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അവിടെ നമ്മൾ വെറും മണലിട്ടിട്ട് ആ മണലിൽ വേണം ഈ ഒരു പ്ലാന്റ് നട്ടെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. കാരണം ചെറിയ രീതിക്കൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരുള്ളൂ. അതുപോലെ നമ്മൾ നനയ്ക്കുമ്പോൾ നന്നായിട്ട് ലീഫ് എല്ലാം നന്നായിട്ടൊന്ന് നനയുന്ന രീതിക്ക് വേണം നനയ്ക്കാനായിട്ട്. ഈ ഒരു പ്ലാന്റ് ചുവട്ടിലെല്ലാം ബേബി പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഔട്ട്ഡോറായിട്ടാണ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും ഈ ഒരു പ്ലാന്റ് ലീഫിലോ തണ്ടിലോ ഒന്നും വെയിലടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലീഫും തണ്ടുകളുമാണ്. പെട്ടെന്ന് ഇത് അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ വെക്കുമ്പോൾ മഴ സമയമൊക്കെ ആണെങ്കിൽ അഴുകിപ്പോകാതിരിക്കുക ഈ മണൽ നമ്മൾ ഇടുന്നത് ഹെൽപ്പാവും. കാരണം വെള്ളം നന്നായിട്ട് വാർന്ന് പോയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ഈ ഒരു ചെടിയുടെ പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ ഒരു കാരണം വെച്ചാലും ചെളി കെട്ടുന്ന മണ്ണ് എടുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല. മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ചെടി നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ നടിയിൽ രീതി ഒന്ന് നോക്കാം. അതിൻ്റെ ലീഫിൻ്റെ കളർ തന്നെ കണ്ടോ, നല്ല കളറാണ്. എപ്പോഴും നമ്മൾ പ്ലാന്റ് ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മുറ്റിയ ലീഫ് നോക്കി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നടാനായിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു 2 ലീഫ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് സ്റ്റെമ്മും കൂടി ഇതുപോലെ ഈ ഒരു ഭാഗത്ത് വരെ നമ്മൾ കട്ട് ചെയ്യാം. കുറച്ച് സ്റ്റെമ്മും കൂടി ഇങ്ങനെ നീളത്തിന് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ലീഫിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഒരുപാട് തൈകൾ വരുന്നത്. അപ്പോൾ ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടി ഞാൻ 3 ലീഫോളം കട്ട് ചെയ്തെടുത്തിട്ട് നല്ല മുറ്റിയ പഴയ ലീഫാണ്.
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പോട്ടി മിക്സ് നോക്കാം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. മണ്ണ്, മണൽ, ചാണകപ്പൊടി. മീതെ ഞാൻ കുറച്ച് മണൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ പ്ലാന്റ് നമുക്ക് നട്ടു കൊടുക്കാനുള്ളത്. നമുക്ക് ഓരോ പ്ലാന്റായിട്ട് നട്ടു കൊടുക്കാം. ഞാൻ എന്താ കണ്ടോ ഈ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത്. അതായത് ഇതുപോലെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് താത്തി കണ്ടോ ഇതിൽ വെച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് പ്രസ് ചെയ്താൽ മതിയാവും. കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 ലീഫുകൾ നട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വളച്ച് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഈ ഒരു ഭാഗത്തൂടെ മണ്ണ് കിടക്കുന്ന രീതിക്കാണ് ഞാൻ ഈ ഒരു പ്ലാന്റ്സ് നട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. കണ്ടോ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നട്ട് വെയിലത്തൊന്നും വെക്കരുത്. ഒട്ടും വെയിലില്ലാത്തൊരു ഭാഗത്തേക്ക് വേണം നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട്. കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. മണലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വാർന്ന് പോവുകയും ലീഫ് അഴുകുകയില്ല. പെട്ടെന്ന് തൈയായിട്ട് കിട്ടും. അപ്പം ബെഗോണിയ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഈ വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ലീഫ് നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഇതുപോലെയൊക്കെ ലീഫ് നട്ട് തൈകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണാനായിട്ട്. നമ്മൾ നടാനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുറ്റിയ ലീഫൊക്കെ എടുക്കുക. അതുപോലെ മണൽ കൂടുതൽ ആഡ് ചെയ്ത് വേണം നടാനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ 3 ലീഫ് നട്ട് 3 പൊടിച്ചിട്ടുണ്ട്. അപ്പം ഒരു ലീഫ് പോലും വേസ്റ്റ് ആയി പോകില്ല. നമ്മൾ എടുക്കുമ്പോൾ നല്ല മുറ്റിയ ലീഫൊക്കെ എടുക്കുക. ഇതുപോലെ നട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഫുൾ ലീഫായിട്ട് നമുക്ക് ഇളക്കിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ തൈ വീതം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ ഇലമുളച്ചിയുടെ ലീഫാണിത്. അപ്പോൾ അതും ഞാനിതുപോലെ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മദർ പ്ലാന്റ് ബെഗോണിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിൽ മണലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം വേരെല്ലാം ഇങ്ങനെ മീതെ വരും. അപ്പോൾ മെറ്റൽ പൊടി യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ അധികം സൺലൈറ്റ് പുറത്ത് വയ്ക്കുമ്പോൾ സൺലൈറ്റ് അടിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബെഗോണിയ പ്ലാന്റ്സ് നട്ടു വളർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി ബെഗോണിയാണ്. ഇപ്പോൾ എനിക്ക് തൈ കിട്ടി ഞാൻ കൊണ്ട് നട്ടിട്ടേ ഉള്ളൂ. വേര് പിടിപ്പിച്ച ശേഷം നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിതുപോലെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ ഓരോ ബെഗോണിയുടെയും ലീഫ് തന്നെയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കാണാനായിട്ട്. കണ്ടോ അപ്പോൾ ഇത് അടുത്തൊരു വെറൈറ്റിയാണ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന ബെഗോണിയ. പക്ഷേ ഇതൊന്നും നമുക്ക് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത പ്ലാന്റ്സ് ആണ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത്. കണ്ടോ അപ്പോൾ അതിന് തന്നെ റെഡ് കളറാണിത്. അതായത് അടുത്തൊരു വെറൈറ്റി. അപ്പോൾ ഇത് നമുക്ക് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അത്യാവശ്യം ഹൈറ്റിൽ വളരുന്ന ബെഗോണിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു ബെഗോണിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ബെഗോണിയൊക്കെ നമ്മൾ പൂക്കൾക്ക് വേണ്ടിയിട്ട്, പൂവാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്ന